ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോ ഉണ്ടായിരുന്ന ഒരു കാര്യം പറയാം. അത് എനിക്കൊരു വൺ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോ വൺ പോസിറ്റീവ് എന്നല്ല, വൺ ഫണ്ണായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇതിൽ ഏതാ പറയണ്ടേ? ആദ്യം നെഗറ്റീവ് പറയാം, പിന്നെ ഫണ്ടിലോട്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരാള് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചേക്കണാണ്. രണ്ടു മൂന്ന് ഭയങ്കര ഡാർക്ക് അടിച്ച രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. പേര് പറയാൻ പറ്റുമോ? വേണ്ട, ആ പുള്ളി എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. എന്നെ വിളിച്ചേക്കുന്നത് അത് അധികമൊന്നും ആയിട്ടില്ല കേട്ടാ. ഞാൻ ജാങ്കോലൊക്കെ കയറുന്നതിന്റെ കുറച്ച് ഞാൻ ഈ ആങ്കർ മേഖലയിലേക്ക് ഇറങ്ങിയ ടൈമിലാണ്. എന്റെ വീട്ടുകാർക്കൊന്നും ഇപ്പോഴും അറിയാം, ആർക്കും അറിയില്ല. എന്റെ വളരെ കുറച്ച് കൂട്ടുകാർക്ക്. എക്സ്ക്ലൂസീവ് ആണല്ലേ? അത് ഇരിങ്ങാലക്കുടയിലാണ് ഈ സിനിമയുടെ ക്യാമ്പ്. അപ്പൊ എന്നെ ആ പടത്തിന്റെ അസോസിയേറ്റാ വിളിച്ചത്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അപ്പൊ അവന് ചേട്ടാ ഇങ്ങോട്ട് പോരെ, പോലീസ് ക്യാരക്ടറാണ് ചേട്ടന്. മക്ബുൽ സൽമാൻ ഒക്കെ ഉള്ള ഒരു പടമാണ്, ചെറിയ പടമാണ്. അപ്പൊ ചേട്ടൻ നല്ലൊരു പോലീസ് ക്യാരക്ടറാണ്, നേരെ ഇങ്ങോട്ട് പോരെ, ഇരിങ്ങാലക്കുടയ്ക്ക് പോരെന്ന് പറഞ്ഞു. അപ്പൊ വന്ന് ഡയറക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും കൺഫേം ആണല്ലോ. അപ്പൊ എനിക്ക് ആ ഒരു ടൈമിലൊക്കെ എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ നാലാൾ അറിയിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് നമ്മുടെ കൂട്ടുകാരന്മാര് വെറുതെ ഇരിക്കുന്നു. ഞാൻ വാടാ എനിക്കൊരു സിനിമയിലൊന്ന് എഗ്രിമെന്റ് ചെയ്യാനുണ്ട്, വാ പോയിട്ടും വരാം, ഷോ അടിക്കാന്ന് വെച്ച് ഇവരെയും വണ്ടിയിലെടുത്തിട്ട് ഞങ്ങൾ പോയി അവിടെ ചെല്ലുമ്പോ ആർട്ട് വർക്കൊക്കെ നടക്കുക. 2 വീട് എടുത്തേക്കണ്. അപ്പൊ നോക്കിയപ്പോ സെറ്റിൽ ഞാൻ എത്തിയേക്കണു. അപ്പൊ ഞാൻ വണ്ടി എടുത്ത് ഞാൻ അവരോട് അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ അവരോട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും, കഴിയുമ്പോൾ വിളിച്ചാൽ മതി വരാന്ന് പറഞ്ഞു. നമ്മുടെ ഫ്രണ്ട്സ് അവർ വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഡയറക്ടർ ഇരുന്ന്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഡയറക്ടർ, സിനിമയിൽ കാണുന്ന ഡയറക്ടറാ, സിനിമ ചെയ്യുന്ന ഡയറക്ടറല്ല. ഈ വട്ടത്തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരാള് രാത്രി ഒരു 7 മണിയായപ്പോ ഇരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ആലോചിക്കട്ടെ, ഇങ്ങനെ ഈ രാത്രി തൊപ്പിയൊക്കെ വെച്ചിട്ട് വലിയ ഡയറക്ടർ തന്നെ. കാര്യം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കണ്ട. അപ്പൊ പുള്ളി എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്നോട് മിണ്ടുന്നില്ല. അപ്പൊ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ചീഫ് അസോസിയേറ്റ് ഇല്ലല്ലോ, ചേട്ടാ സെറ്റാണ്, കിട്ടില്ല ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോയത് അവിടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കാം, അവിടെ ഇരുന്നോട്ടാ, പുള്ളി ഇപ്പൊ സംസാരിക്കും. അങ്ങനെ ഞാൻ ഒരു 20 മിനിറ്റോളം ഇരുന്നു. പുള്ളി ഇങ്ങനെ എഴുതാണ്ട് കുറെ പേജുകളൊക്കെ. അപ്പോ ആരൊക്കെയോ വന്നു അവിടെ, എന്നെ എല്ലാരും കൂടി സംസാരിക്കും. പുള്ളി എന്റെ അടുത്ത് ഇയാളാരാ? അപ്പൊ മറ്റേ ചീഫ് അസോസിയേറ്റ് ഭയങ്കര ഇതിലൂടെ വന്നിട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ക്യാരക്ടർ ചെയ്യുന്ന പുള്ളി. എന്നെ ഇങ്ങനെ നോക്കിട്ട് ഇയാളാ? ഇവിടെ ഇയാളും കൂടി ആ ഫ്രെയിമിൽ നിന്ന് എല്ലാവരും കറുത്ത് കരിമുട്ടിനും പോലെ ഇരിക്കും. ഇയാള് നമുക്ക് കുറച്ച് വെളുത്ത് നമ്മള് സീരിയലന്മാരെയൊക്കെ പോലത്തെ. ഞാനിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് അടി കൊണ്ടുപോലെ പോയി. ആരോടും ചെയ്യാൻ പാടില്ലല്ലോ ഇങ്ങനെ. ഞാൻ കറുത്താണോ വെളുത്താണോന്നല്ല, എന്റെ ബോഡി ഞാൻ ഭയങ്കര എന്താ പറയാ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്കിതൊന്നും എന്നെ കറുത്തത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഏക്കും കൂടിയില്ല. പക്ഷെ ഞാൻ എന്റെ ബാക്കിലോട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കാം, എത്ര വർഷം അതിന്റെ പുറകിൽ നടക്കുന്നു, ഇപ്പോഴും ഈ ആട്ട് കേൾക്കാൻ തന്നെയാണല്ലോ എന്റെ വിധി. ഞാൻ അങ്ങനെ ചിന്തിക്കണേ. ഇയാളെടുത്ത വഴിക്ക് എന്നെ നോക്കിയിട്ട് ആ ഫ്രെയിമിൽ മൊത്തം കറുത്ത ആൾക്കാരായിരിക്കും, അങ്ങനെ കറുത്ത് കരിമുട്ടി പോലത്തെ ആൾക്കാരായിരിക്കും. അതൊന്നും പറ്റുന്നില്ല. അത് ഒരാളെ കുറ്റം പറയുമ്പോ ഒന്ന് മാറ്റി നിർത്തിയെങ്കിലും പറയണ്ടേ. മേനായിട്ട മനുഷ്യൻ എന്നെ അവിടെ ഇരുത്തിക്കൊണ്ടാ പറയണേ. എനിക്ക് ഭയങ്കര ഡാർക്കായി. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്നെ വിളിച്ച ചീഫിന്റെ അവസ്ഥ എനിക്കിങ്ങനെ ആലോചിക്കും. അതോർക്കുമ്പോ എനിക്ക് വിഷമമാണോ, അവന്റെ മുഖം കണ്ടിട്ട്. അവനും അടി കൊണ്ട് പോലേക്കണം, ഞാനും അടി കൊണ്ട് പോലേക്കണം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു, എന്ത് പറയാനാ, ഈ പുള്ളിനോടൊക്കെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനെ സാറേ ഒന്ന് പോയിക്കോട്ടെ. അയാള് പോയിക്കോട്ടെ എന്ന് വെച്ചപ്പോ പോവാനും കൂടി പറയുന്നില്ല. അയാൾക്ക് അത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ. അയാള് അവിടെ ഇരുന്നിട്ട് അടുത്ത പേപ്പർ എടുത്ത് എഴുത്തു തുടങ്ങി. ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. എന്റെ അടുത്ത ടെൻഷൻ എന്താറിയാമോ, എഗ്രിമെന്റ് ചെയ്യണ കാണാൻ വേണ്ടി ഞാൻ കുറച്ച് പിള്ളേരെ കൊണ്ട് വന്നേക്കണം. ഇവന്മാരിപ്പോ തിരിച്ചു വരും. ഇവരോട് ഞാൻ എന്ത് പറയും? ഇവരിഞ്ഞ് നാട്ടിൽ പോയിട്ട് മൊത്തം പറയൂലേ അവന്റെ പടത്തിന്റെ എഗ്രിമെന്റ് ചെയ്യാൻ പോയിന്നൊക്കെ. ഞാൻ പടം ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് അതൊക്കെയായിരുന്നു എന്റെ ടെൻഷൻ. മറ്റവൻ കരഞ്ഞില്ലെന്നുള്ളൂ. അവൻ എന്റെ അടുത്ത് പറഞ്ഞത്, അറിയാ സോറി കേട്ടോ ചേട്ടാ, എന്തൊക്കെ എനിക്ക് എന്താ പറയണേ എനിക്കറിയാം. ഞാൻ പോട്ടെ, ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന അനുഭവമാണ്. അത് പോട്ടെ, അത് നീ ടെൻഷൻ ആവില്ലേ, നീ വർക്കിൽ ജോയിൻ ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേരോട് ഞാൻ പറഞ്ഞു, വേടാ അതെ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പഴായിരിക്കും അവന്മാരത് അറിയാനായിട്ട് കേൾക്കുമ്പോ. ആ കഥ പോരടാ, എന്നെ പോലെ ഒരാൾക്ക് ആ കഥയൊന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര നമുക്ക് നല്ല സിനിമകൾ വരടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അന്നിട്ട് വണ്ടിയിലിരുന്ന് അവൻ എന്നോട് പറഞ്ഞു, എന്താ അഹങ്കാരോടെ നിനക്ക്, ചെയ്യടാ, ആകെ ഒരു പടം കിട്ടി ചെറുതല്ലേ. അവനെ ഇല്ല, അത് ചെയ്യണേ, ഞാൻ നല്ല ചെയ്യോളാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്നത്. ഇതാണ് സത്യാവസ്ഥ. ഞാൻ എന്നിട്ട് എന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, നന്ദു അനന്തു. എന്റെ ലൈഫ് മാറ്റിയ എന്റെ 2 കൂട്ടുകാരന്മാരാ. ഞാൻ അവരെ വിളിച്ചിട്ട് പറയുമ്പോ ഞാൻ കരഞ്ഞുപോയി. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തൊരവസ്ഥയാണത്. അപ്പം പറഞ്ഞു, നീ ഇങ്ങോട്ട് പോരെ, അത് നോക്കണ്ട. പിന്നെ അവരെന്നെ മോട്ടിവേറ്റ് ചെയ്ത്
സെറ്റാക്കി. പിന്നെ ഞാൻ പഴയ ബാക്ക് ടു പിന്നെ നമുക്ക് എന്ത് ഇതൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ കുറെ. പക്ഷെ അയാളെ ഒരു ദിവസം എന്റെ മുമ്പിൽ ഇന്റർവ്യൂവിന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അന്ന് അയാൾ അങ്ങനെ ആ പറഞ്ഞു. പടം നടന്നൊന്നുമില്ല കേട്ടോ, ആ പടം ഷൂട്ടേ നടന്നില്ല. എങ്ങനെ ഇമ്മാര് ആറ്റിറ്റ്യൂഡും പിടിച്ചോണ്ടിരിക്കണ ഇയാളുടെയൊക്കെ പടത്തിൽ ആരും അഭിനയിക്കണം, ഒരിക്കലും അഭിനയിക്കരുത് ആരും പോയിട്ട്. ഞാൻ പിന്നെ അയാളെ ഇന്റർവ്യൂ കാണണമെങ്കിൽ കാലമാടാ എല്ലാം എനിക്ക് കിട്ടും, എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എന്നെ അർത്ഥം എന്ന് വിളിച്ചതന്നെയല്ല, ഒരു മനുഷ്യനോട് ഇതുപോലത്തെ ഈ ചെറ്റത്തരം കാണിക്കരുത്. അയാൾ ആരായാലും അയാളത് കാണണ്ടാവും. നിന്നെ തന്നെ ഞാൻ പറഞ്ഞേ. എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാരും ചിരിക്കുന്നു, എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. പിന്നെ എല്ലാവർക്കും കണക്ട് ആവൂല, ഇത് ആർക്കും കണക്ട് ആവാത്ത. അല്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അയാൾക്കാണെങ്കിൽ ഒരു പടവും കിട്ടണില്ല. ഒരു സിനിമ അയാൾക്കൊന്നും കിട്ടിയിരുന്നെങ്കിൽ എന്റെ മുമ്പിൽ പ്രൊമോഷൻ എന്നും പറഞ്ഞ ഇങ്ങനെ ഒന്നും വന്നിരുന്നെങ്കിൽ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നും അതാണ്. ആ ആളെ ഇന്റർവ്യൂ ചെയ്യണല്ലേ, അത് അയാളുടെ അയാൾ ഇന്റർവ്യൂ ആണെന്നല്ല, അയാളെ കൊല്ലുന്നല്ലട്ടാ, അയാളെ എന്റെ മുമ്പിൽ ആണല്ലേ. ഞാൻ ബാക്കിയെ കാണിച്ചാൽ എന്റെ മുമ്പിൽ വരട്ടെ, അന്ന് ഞാൻ പറയാ ഇയാളാണ് അതെന്ന്. അന്ന് അയാൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് ബേസലിന്റെ കൂടെ വരെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലേ? അതെ, അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാനൊരു അഹങ്കാരമായിട്ടോ അഹംഭാവമായിട്ടോ ഒന്നും പറയൂല, അതിനുള്ള ഭാഗ്യം കിട്ടി അത്രേ പറയുള്ളൂ. അതേപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്.